ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഇതിൽ പലരുടെയും വന്നിരിക്കുന്നത് എന്നുള്ളത് ഈ ഒരു സിനിമയുടെ പ്രധാന പോസിറ്റീവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ക്യാരക്ടേഴ്സ് പണ്ട് നടന്ന സിനിമയുടെ പണ്ടത്തെ കാലത്തെ സിനിമയുടെ ആ ഒരു സ്റ്റൈലിലുള്ള ആക്ടിങ്, അതിൻ്റെ കൂടെ തന്നെ അവയുടെ പേഴ്സണൽ ലൈഫ് എങ്ങനെയായിരുന്നു, അതിലെന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മെയിനായിട്ട് ത്യാഗരാജ ഭാഗവതർ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറിൻ്റെ ലൈഫിൽ നിന്നെടുത്ത കുറേ സംഭവങ്ങളാണ് ഈ ഒരു സിനിമയിൽ വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഈഗോ കോൺഫ്ലിക്റ്റ് ബേസ് ചെയ്ത് ഒത്തിരി സിനിമകൾ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ പുതുമയുള്ള സംഭവമല്ല കാണിക്കുന്നത്. ചില നടന്മാരുണ്ട് ഫാൻസിന് ഇഷ്ടപ്പെട്ട രീതിയിൽ സിനിമ മാറ്റും, അല്ലെങ്കിൽ ഈ ഒരു ഓഡിയൻസിന് വർക്കൗട്ട് ആവില്ല, ഞാൻ മരിക്കുന്ന സീൻ ഉണ്ടാവാൻ പാടില്ല. സോ അങ്ങനെയുള്ള ഒരു ആക്ടേഴ്സ്, ഒരു സെറ്റ് ഓഫ് ആക്ടേഴ്സ് എല്ലാ സമയത്തും കാണും. സോ അങ്ങനെയുള്ള ഒരു ആക്ടറാണ് ദുൽഖർ സൽമാൻ്റെ ക്യാരക്ടറായിട്ടുള്ള ടി.കെ. മഹാദേവൻ. സോ ഈ ടി.കെ. മഹാദേവൻ്റെ വളരെയധികം സ്റ്റാർഡം എൻജോയ് ചെയ്യുന്ന ഒരു ആക്ടറാണ്. സോ ആ ഒരു ആക്ടറും ഡയറക്ടറും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിൽ നേരത്തെ നിന്ന് പോയ ഈ മൂവി പിന്നെയും തുടങ്ങുന്നു. അപ്പോൾ ഈ ഡയറക്ടറിന് ഈഗോയുള്ള ഈ ഒരു ഡയറക്ടറിന് നായകനോടുള്ള ആ ഒരു പ്രശ്നങ്ങൾ, അതിന് ആ ഒരു വോയിസ് നഷ്ടപ്പെടുന്നു. അതായത് ഈ ഒരു സിനിമയിൽ എന്ത് നടന്നാലും അദ്ദേഹത്തിൻ്റെ അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല, ഹീറോയുടെ അനുവാദം മതി എന്നുള്ള രീതിയിൽ മാറുന്നു. അപ്പോൾ അങ്ങനെ പോകുന്ന മൂവിയിലാണ് ഭാഗ്യശ്രീ ബോസിൻ്റെ ക്യാരക്ടർ വരുന്നത്. സോ ഇവർ തമ്മിലുള്ള ആ ഒരു ബന്ധവും പിന്നെ അങ്ങോട്ട് പോകുന്ന ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഒരു അടിപൊളി ഫസ്റ്റ് ഹാഫും ഒരു ബിലോ ഓവറേജ് സെക്കൻഡ് ഹാഫുമാണ് ഈ ഒരു മൂവിയുടെ പ്രധാന പ്രശ്നം. ഈ ഒരു കംപ്ലീറ്റ്ലി ഒരു ഡിഫറൻറ്റ് ജേണറിലോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു മൂവിയുടെ ഒരു പ്രധാന പ്രശ്നമായി തോന്നിയത്. എന്നാലും അതൊന്ന് കൺവിൻസ് ചെയ്ത് പറയാനായിട്ടോ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കണക്ഷൻ ക്ലൈമാക്സിൽ വരുന്ന സംഭവത്തിന് കൊണ്ടുവരാനോ സാധിക്കാതെ പോയത് ഈ ഒരു മൂവിയുടെ പ്രധാന പ്രശ്നമാണ്. സോ താല്പര്യമുള്ളത് കണ്ടു നോക്കാം. ഇതിപ്പോൾ തിയേറ്റേഴ്സിൽ അവൈലബിൾ ആണ്.